രാഹുൽ മാങ്കൂട്ടത്തലിന് ഒളിവിൽ കഴിയാൻ സഹായം നൽകുന്നത് കോൺഗ്രസ് ആണെന്ന് CPIM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. കോൺഗ്രസ് സഹായമില്ലാതെ രാഹുലിന് എങ്ങനെ ഇത്രയും ദിവസം ഒളിവിൽ കഴിയാനാകുമെന്നും EN സുരേഷ് ബാബു 24നോട് പ്രതികരിച്ചു. കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ സഹായമില്ലാതെ രാഹുലിന് എങ്ങനെയാണ് ഇത്രയും ദിവസം ഒളിവിൽ, ഇന്നിപ്പോൾ 6 ദിവസം കഴിഞ്ഞല്ലോ, ഒളിവിൽ ഇരിക്കാൻ കഴിയുക? കേരളത്തിലെ രാഷ്ട്രീയത്തെ മലിനമാക്കുന്ന സംഭവവികാസങ്ങൾ പരസ്യമായി നടത്തിയിട്ടും അവരെയെല്ലാം അത്തരം തെമ്മാടിത്തരം ചെയ്ത രാഹുലിനെയെല്ലാം സംരക്ഷിക്കുന്ന ഒരു കൂട്ടം KPCCയുടെ നേതൃത്വം ഇന്ന് കേരളത്തിൽ പരസ്യമായി അയാളെ സംരക്ഷിക്കുന്നു. അതാണ് ഈ ഒളിവ് ജീവിതത്തിൽ നിന്ന് നമുക്കെല്ലാം മനസ്സിലാകുന്നത്. നിഖിൽ പ്രമേഷ് ഉണ്ട് പാലക്കാട്. നിഖിൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. രാഹുൽ മാങ്കൂട്ടത്തിലെ 8ാം ദിവസവും എവിടെ എന്നുള്ള ചോദ്യം അവശേഷിക്കുമ്പോഴാണ് CPM ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം ശ്രദ്ധേയമാവുന്നത്. അദ്ദേഹം പറയുന്നത് UDFന്റെ ജനപ്രതിനിധികൾ, അത് കോൺഗ്രസിന്റെ ജനപ്രതിനിധികൾ, ഒരുപക്ഷെ MPയോ MLAയോ ഒക്കെ രാഹുലിന് സഹായം നൽകിയിരിക്കാം, അല്ലാതെ ഈ 8 ദിവസവുമായിട്ടും രാഹുലിന് ഒളിവിൽ കഴിയാൻ സാധിക്കില്ല എന്നുള്ളൊരു വിമർശനമാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. അത്തരത്തിലുള്ള ജനപ്രതിനിധികളുടെ അടക്കം സഹായം കൊണ്ടാണ് അദ്ദേഹത്തിന് ഇത്രയും ദിവസം കേരള പോലീസിനെ വെട്ടിച്ചുകൊണ്ട് ഒളിവിൽ കഴിയാൻ സാധിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഇതിലൂടെ കേരളത്തിന് കോൺഗ്രസ് നൽകുന്ന സന്ദേശം എന്താണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഒരു അധപ്പതിച്ച പാർട്ടിയായിട്ട് ഇതിലൂടെ കോൺഗ്രസ് മാറുകയാണ്. ഇത്തരത്തിലുള്ള ഒരാളെ ചുമക്കുന്നതിലൂടെ വലിയ അപമാന ഭാരത്തിലേക്ക് കോൺഗ്രസ് കടക്കുകയാണ്. ഒരു യാതൊരു തരത്തിലുള്ള വിഷമവും ഇക്കാര്യത്തിൽ രാഹുലിനെ തള്ളി പറയുന്ന കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകാത്തതിലൂടെ കേരളം വായിച്ചെടുക്കുന്നു എന്നാണ് EN സുരേഷ് ബാബു പറഞ്ഞു വെക്കുന്നത്. കോൺഗ്രസ് സഹായമില്ലാതെ ഒരു കാരണവശാലും ഇത്രയധികം ദിവസം രാഹുലിന് ഒളിവിൽ കഴിയാൻ കഴിയില്ല, സാധിക്കില്ല എന്നും CPM ജില്ലാ സെക്രട്ടറി വിമർശിക്കുകയാണ്. രാഹുലിനെ പേറുന്ന കോൺഗ്രസ് ഈ നാടിന് അപമാനമാണ് എന്നുകൂടി അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. ഈ 8 ദിവസമായിട്ടും രാഹുലിനെ പിടികൂടാൻ കഴിയാത്തത് കേരള പോലീസ് എന്നത് വലിയ പേരും കീർത്തിയുമുള്ള സംവിധാനമാണ്. കേരള പോലീസിന് പിടികൂടാൻ കഴിയാത്തത് ഇത്തരത്തിൽ ജനപ്രതിനിധികൾ അദ്ദേഹത്തെ സഹായിച്ചതുകൊണ്ടാണ് എന്ന് ചില ഒളിയമ്പോട് കൂടി പറയാതെ പറയുകയാണ് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.